അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മുടെ നാടുകളിൽ വ്യാപകമായി ആളുകൾ വിശ്വസിക്കുന്ന ഒന്നാണ് നഹ്സ് എന്നത്. ചില ദിവസങ്ങൾ മോശമാണ്, അന്നു വിവാഹങ്ങൾ പറ്റില്ല, പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറ്റില്ല തുടങ്ങിയ ധാരാളം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. പല ഇസ്ലാമിക പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവരും നഹ്സിനെ സ്ഥാപിച്ചുകൊണ്ട് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ധാരാളം പ്രഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ അന്ധവിശ്വാസത്തിന് വളം വെക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ദുശകുനം എന്ന ഒന്ന് ഇല്ല തന്നെ. ഏതെങ്കിലും ഒരു ദിവസത്തിന് ശകുനപ്പിഴ, ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ശകുനപ്പിഴ എന്നതൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല. അത് പ്രമാണ വിരുദ്ധമാണ്. യഹൂദരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു ആശയം ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം ഉസ്താദന്മാർ നഹ്സ് സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണാൻ കഴിയും. ഉദാഹരണമായി സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായി അറിയപ്പെടുന്ന അവിടെ കേന്ദ്ര മുഷാവറ മെമ്പറായ വളരെയേറെ പ്രസിദ്ധനായ MP മുസ്തഫ ഫൈസി, അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ അത് ഉണ്ട് എന്ന് വെച്ചാൽ നേരത്തെ എന്ന് പറയുന്ന ദിവസം ഒന്നിനും കൊള്ളില്ല, അന്ന് വെറുതെ ഇരിക്കണമെന്നല്ല, അന്ന് സൂക്ഷിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച ദിവസം രക്തം പൊട്ടിയാൽ രക്തം നിൽക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച മിക്കവാറും ഈ ഇവർക്കൊക്കെ ലീവ് പ്രഖ്യാപിച്ചത്. ഡോക്ടർമാർക്കൊക്കെ ലീവ് ഇല്ല, അതെങ്കിലും ചൊല്ലിട്ട് ഇതാകണ്ട, ജോലി ആയിട്ടപ്പെടാം. അന്ന് മിക്കവാറും ചേരാക്രമം നടത്താറില്ല. ഇതുപോലെ വളരെ വ്യക്തമായി പണ്ഡിതന്മാരെ കണ്ടോ സഹോദര. അപ്പം അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താ? നഹ്സ് എന്നത് തള്ളിക്കളയാവുന്ന ഒന്നല്ല. അങ്ങനെ പലതുമൊക്കെ ഉണ്ട്. ചൊവ്വാഴ്ച ദിവസം വലിയ ദോഷമാണ്, അത് രക്തം പൊട്ടിയാൽ നിൽക്കുകയില്ല, അതുകൊണ്ടാണ് ബാർബർ ഷാപ്പ് വരെ ചൊവ്വാഴ്ച അവധി നൽകിയത് എന്നുവരെ അദ്ദേഹം അവിടെ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രസംഗം അദ്ദേഹം ഏതെങ്കിലും ഒരു കവലയിൽ നടത്തിയ ഒരു കവല പ്രഭാഷണമല്ല. കോട്ടക്കലിൽ അവിടെ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഉലമാ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു കോൺഫറൻസിൽ ആ പണ്ഡിതന്മാർക്ക് അദ്ദേഹം എടുത്ത ക്ലാസ്സാണത്. അപ്പോൾ അവിടെ കൂടിയ നൂറുകണക്കായ പണ്ഡിതന്മാരിൽ ഒരാൾ പോലും അത് ശരിയല്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ല എന്നത് എത്രമേൽ അപകടമാണ്. യഥാർത്ഥത്തിൽ ഇതാണോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? ഇനി ഈ സമസ്തയുടെ ഏത് വിഭാഗം സമസ്തയാണെങ്കിലും അവിടെയൊക്കെ പ്രസിദ്ധീകരണങ്ങൾ, അവിടെ കലണ്ടറുകൾ ഒക്കെ പരിശോധിച്ചാൽ ആ കലണ്ടറിലെല്ലാം നഹ്സിൻ്റെ ദിനങ്ങൾ എന്ന പേരിൽ പ്രത്യേകമായൊരു ഭാഗം തന്നെ എല്ലാ പേജിലും കാണാൻ കഴിയും. ഓരോ മാസവുമുള്ള നഹ്സുകൾ അതിൽ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് എല്ലാ മാസത്തിലും ഇന്ന ദിവസങ്ങൾ നഹ്സാണ്, അന്ന് വലിയ പുണ്യങ്ങൾക്കൊന്നും പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സമസ്തയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന അഹമ്മദ് കോയ ശാലിയാത്തി എന്നറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം നഹ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കവിത തന്നെ രചിക്കുകയും അതിവിടെ ഉസ്താദന്മാരൊക്കെ വലിയ കാര്യമായി കൊണ്ടെടുക്കുകയും ചെയ്യാറുണ്ട്. ഖസീയത്തുൽ അയ്യാമിൻ നഹിസാത്ത് എന്ന പേരിൽ നഹ്സായ ദുശകുനമുള്ള ദിവസങ്ങൾ അദ്ദേഹം എല്ലാ മാസത്തിലും ഏതാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അദ്ദേഹം അതിൽ പറയുന്നത് കാണാം, ഇദാ അറത്ത നഹ്സ മിൻ അയ്യാമി ഫീസനത്തിൻ ജംഅൻ അലത്തമാമി. അതാണ് തുടക്കം. ഒരു വർഷത്തെ മൊത്തം നഹ്സ് അറിയണമെങ്കിൽ ഇതാ ഈ ബൈത്തെടുത്തോന്നാണ്. ഫഅവ്വലുൽ അയ്യാമി മിൻ കുല്ലി ശഹരി ഖൈറുൻ ലികുല്ലി ഹജത്തിൻ ഫൽയന്തളിരി. എല്ലാ മാസത്തെയും 1-ാം തീയതി അത് എല്ലാ അർത്ഥത്തിലും പറ്റിയതാണ്, ഖൈറായ കാര്യമാണ്, അത് എല്ലാ ആവശ്യങ്ങൾക്കും നീ അത് അവലംബിച്ചോ. കഥാകസാനീഹ ഇദാലം യകുനി മിൻ ഷഹരി ശവ്വാലിൻ അത്താ ഫല്യസുനി. അതേപോലെ 2-ാം തീയതിയും കുഴപ്പമില്ലാന്ന്. അപ്പോൾ എല്ലാ മാസവും 1-2 പ്രശ്നമില്ല. പക്ഷേ 2 എല്ലാ മാസവും പറ്റുമെങ്കിലും ശവ്വാൽ മാസത്തിൽ 2 പറ്റൂല. അതാണ് ശവ്വാൽ മാസം 2 ആണെങ്കിൽ അത് പ്രശ്നമാണ്, അന്ന് പറ്റില്ല. വസാലിസുൽ അയ്യാമി യൗമുൻ ഹുല്ലിറ ഫലാ തകുൻ ലി ഹജത്തിൻ മുൻതലിറ. 3-ാം തീയതി ആണെങ്കിലോ അത് അങ്ങേയറ്റം പേടിക്കേണ്ട ദിവസമാണ്, അന്ന് ഒരു കാര്യത്തിൽ ഉപയോഗിക്കാവതല്ല എന്ന് അദ്ദേഹം പറയുന്നു. വറാബിഉൻ ലി ഗൈരി സഫറിൻ ഫുള്ളില ഇല്ലാ മിന ശഹരി റബീഇൽ അവ്വലി. 4-ാം തീയതി ആണെങ്കിലോ യാത്രയല്ലാത്ത ബാക്കിയെല്ലാത്തും നല്ലതാണ്, എന്നാൽ റബീഉൽ അവ്വൽ 4 ആണെങ്കിലോ അതൊന്നിനും പറ്റുകയുമില്ല എന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നു ഓരോ ദിവസങ്ങളും. വഖാമിസുൻ ക സാലിസിൻ ഫഅത്രി വസാദിസുൻ വ സാബിഉൻ കൽ അവ്വലി. 5 ആണെങ്കിൽ അത് ഒന്നിനും പറ്റില്ല, പൂർണ്ണമായും ഒഴിവാക്കേണ്ട ദിവസമാണ്. 6ഉം 7ഉം ആണെങ്കിലോ വിരോധമില്ല, നല്ല ദിവസമാണ്. 8 യാത്ര അല്ലാത്തത് നല്ലതാണ്, എന്നാൽ ദുൽഖഅദ 8 ദുൽഹിജ്ജ 8 അത് രണ്ടും പറ്റില്ല. ദുൽഖഅദ 8 ദുൽഹിജ്ജ 8
യൗമുത്തർവിയയാണ്, എത്രയോ മഹത്വമുള്ള ദിവസമാണ്. ആ ദിവസത്തെയാണ് ഇവിടെ ദുശകുനമായി കണക്കാക്കുന്നത്. 9 എല്ലാത്തിനും പറ്റിയതാണ്, 10 ഒന്നിനും പറ്റാത്തതാണ് എന്നാണ്. ദുൽഹിജ്ജ 10 പറ്റില്ല, റമദാൻ 10 പറ്റില്ല, ഒന്നും പറ്റാത്തതാണ്. സഫർ മാസം 10 മാത്രമാണ് നല്ലത്. ബാക്കി 11 മാസത്തെയും 10-ാം തീയതി മോശമാണ് എന്നാണ്. 11 ആണെങ്കിലോ അത് പൊതുവേ കുഴപ്പമില്ല എന്ന ചില സംഗതിക്കൊക്കെ പറ്റാത്തതുമുണ്ട്. 12 നല്ലതാണ് റജബും മുഹറമും അല്ലാത്ത മാസങ്ങളിൽ. 13 ആണെങ്കിലോ യൗമുഷരിൻ സാലിസു അഷ്റ യൗമുഷരിൻ ഫഹ്ദരി, 13 അത് യൗമുഷറ്, ഷെറിൻ്റെ ദിവസമാണ്, നീ അങ്ങേറ്റം ജാഗ്രത കാണിച്ചു. ഇങ്ങനെ തുടങ്ങി എല്ലാ മാസത്തെയും ഓരോ ദിവസങ്ങളെ വെച്ച് ആ ദിവസങ്ങളെല്ലാം പറ്റാത്തതാണ്, പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് ഈ സമുദായത്തിൽ ഇല്ലാത്ത തെറ്റായ ഒരു അന്ധവിശ്വാസം സ്ഥാപിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പിന്നെ അധികം ദിവസങ്ങൾ പറയാണ്, ഓരോ ദിവസങ്ങൾ എന്തിനാണ്? ഫസബ്തു ഫീഹിൽ ഇസ്തിയാദു യുദ്കറൂന, ശനിയാഴ്ചയാണെങ്കിൽ മത്സ്യം പിടിക്കാൻ പറ്റിയ ദിവസമാണ്. ഞായറാഴ്ചയാണെങ്കിൽ ബിനാഇ അഫ്ളലു, അത് ബിൽഡിങ്ങുകൾ ഉണ്ടാകാൻ, അതേപോലെ വിവാഹത്തിനൊക്കെ നല്ലതാണ് ഞായറാഴ്ച. തിങ്കളാഴ്ചയാണെങ്കിൽ കച്ചവടങ്ങൾ, യാത്രകൾ, അതൊക്കെ നല്ലതാണ്. അതേപോലെ പിന്നെ ചൊവ്വാഴ്ച, ബുധനാഴ്ച, ഓരോ ദിവസങ്ങൾ അതൊക്കെ പറ്റുന്നതും പറ്റാത്തതുമൊക്കെ അദ്ദേഹം അങ്ങനെ പഠിപ്പിക്കുകയാണ്. ബുധനാഴ്ച അത് ഇതിമ പഠിക്കാൻ, പഠിപ്പിക്കാൻ, ചികിത്സിക്കാൻ ഒക്കെ നല്ലതാണ്. വലാകിന്നൽ അഖീറ മിൻ കുല്ലി ശഹരി നഹ്സും ബദാ അൻ ഹസ് മിൻ കുല്ലി ശഹരി എന്നാണ്. എന്നാൽ എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച അത് നഹ്സാണ്, അത് പാടില്ല. വ്യാഴാഴ്ച നല്ല ദിവസമാണ്, വെള്ളിയാഴ്ച നിക്കാഹിന് നല്ലതാണ് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസത്തെയും ഓരോ ഡേറ്റിൻ്റെയും ഒക്കെ നഹ്സുകളെ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്നാണ് വന്നത്? അതിന് അടിവേര് തിരഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജൂതന്മാരിൽ നിന്ന് ആരംഭിച്ചു എന്നാണ്. ഇബ്നു ഹജർ ഹൈത്തമി എന്ന ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഫത്താബൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ അതിശക്തമായി അദ്ദേഹം പറയുന്നു, ഇത് യഹൂദികളുടേതാണ്, അത് മുസ്ലിമീങ്ങളുടെ നടപടിക്രമമേ അല്ല. മിൻ സുന്നത്തിൽ യഹൂദ് എന്നാണ്, യഹൂദികളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ലാ മിൻ സുന്നൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടേതല്ല. റബ്ബിൽ തവക്കുലാക്കുന്ന, ദീനുപ്രകാരം ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ മാർഗമേ അല്ല എന്ന് ഇബ്നു ഹജർ ഹൈത്തമി വളരെ ശക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ അവസാനം സമസ്തരിത്ര തലത്തിലെ ഉസ്താദന്മാർ ഗതികെട്ട് സഹികെട്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ തുറന്നു പറയാൻ കൂടി തയ്യാറായിട്ടുണ്ട്. ഇവിടെ മലപ്പുറത്ത് ഖലീൽ ബുഖാരിയുടെ മഅദിൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രോഗ്രാമിൽ ഒരു ഉസ്താദിക്കാരൻ തുറന്നടിച്ചു. ആ ഭാഗം നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ മുഹറം 1 മുതൽ 10 വരെ നെസാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. ഈ ഭാഗത്തൊക്കെ അത് നടക്കുന്ന സുന്നികളുടെ ഉണ്ട്. സാധാരണ ഇത് എവിടെ നിന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല, കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യാവശ്യം മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തക്കൽ ഷാഹിരുന്നു. മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയൊന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. കണ്ടോ സഹോദരൻ, എത്ര വ്യക്തമാണ്. ഇത് ജൂതന്മാരുടേതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് മുസ്ലിമിൻ്റേതല്ല, ജൂതൻ്റെ വിശ്വാസമാണ് എന്ന് അതിശക്തമായി അദ്ദേഹം അവിടെ സ്ഥാപിച്ചത്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് ഇന്നും ഈ സമൂഹത്തിൽ ജൂതൻ്റെ ഷിയാക്കളുടെ എല്ലാം വിശ്വാസമായ നഹ്സ് വിശ്വാസം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. ശരിയല്ല. നമ്മെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഖൈറാണ്. ചില ദിവസങ്ങൾക്ക് അധികം ഖൈറുണ്ടാകും. വെള്ളിയാഴ്ച കൂടുതൽ ഖൈറാണ്, തിങ്കളാഴ്ച കൂടുതൽ ഖൈറാണ്, വ്യാഴം കൂടുതൽ ഖൈറാണ്, പ്രഭാത സമയം കൂടുതൽ ഖൈറായ സമയമാണ് എന്നതുകൊണ്ട് അല്ലാത്ത ദിവസം മോശമാണ് എന്നല്ല. എല്ലാ ദിവസവും ഖൈറാണ്, എല്ലാ ദിവസവും റബ്ബിൻ്റെ സൃഷ്ടികളാണ്, എല്ലാ സമയവും ഖൈറായതാണ്. ചില സമയങ്ങൾക്ക് അധികം ശ്രേഷ്ഠതയും അധികം മഹത്വം ഉണ്ടാകും എന്നത് മാത്രം. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, പ്രമാണങ്ങൾ എന്തു പഠിപ്പിക്കുന്നു അതുപ്രകാരം മാത്രം ജീവിതത്തിൽ ക്രമീകരിക്കുക, ശരിയായ റബ്ബിൽ തവക്കുലാക്കുന്ന മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുവഹിദുകളായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.